ആത്മന്യാത്മാനമാധായ ജ്ഞാനതൃപ്തസമാഹിത വിചചാരമഹീമേതാം ജഠന്തപതിരാകൃതി. പിന്നെ തൻ്റേതായ ഒരു ജീവിത ശൈലി ഉണ്ടാക്കണം. അപ്പോൾ ഈ ഇവിടുത്തെ ജീവിതശൈലി എന്താ? പരമാത്മാവിൽ തന്നെ മനസ്സിനെ ഉറപ്പിച്ചു. ഇതുവരെ മനസ്സെവിടെ ഉറപ്പിച്ചിരുന്നത്? ഇതുവരെ മനസ്സുറപ്പിച്ചിരുന്നത് തൻ്റെ സുഖത്തിലായിരുന്നു. അഡിക്ഷൻ എന്നൊക്കെ നമ്മളിപ്പോൾ പറയും. ഏതെങ്കിലും ഒരു വസ്തു അതിനോട് താല്പര്യമായാൽ മനസ്സെപ്പോഴും നിൽക്കുക ആ വസ്തുവിലാണ്. ഇപ്പോൾ ചായ കുടിക്കുന്ന ഒരാൾ, അയാൾക്ക് എവിടെ ചെന്നാലും ചായ വേണം. ചായ ഇല്ലെങ്കിൽ അയാൾ ജീവനില്ലാത്ത പോലെയാവും. അപ്പോൾ അയാളുടെ മനസ്സ് എവിടെയാണ് നിൽക്കുന്നത്? അയാളുടെ മനസ്സ് നിൽക്കുന്നത് ചായയിൽ. ഇങ്ങനെ ഓരോ വസ്തുക്കൾ. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ആ മനസ്സിനെ എന്ത് ചെയ്തു? അദ്ദേഹം ഉടനെ തന്നെ ആത്മാവിലേക്ക് മാറ്റി എന്നാണ്. ആ താല്പര്യത്തെ തൻ്റെ ആത്മാവിലേക്ക് മാറ്റി. അങ്ങനെ അദ്ദേഹത്തിന് ഈ ലോകത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് ജഡനായിക്കൊണ്ടും അന്ധനായിക്കൊണ്ടും ബധിരനായിക്കൊണ്ടും ഒക്കെ അഭിനയിച്ചു. കാരണം ലോകത്തുനിന്ന് പല ആളുകൾക്കും പല താല്പര്യമാണ്. അതാത് ആളുകൾ പലപ്പോഴും അവരുടെ താല്പര്യങ്ങൾക്ക് നമ്മളെ ഉപയോഗിക്കാൻ നോക്കും. ലോകത്തിൻ്റെ രീതി അതാണ്. അപ്പോൾ അതിൽ ചെറിയ തെറ്റ് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കുറേ കാലം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെയായിട്ട് തീരും. നമുക്കൊരു സുഹൃത്ത് നമ്മുടെ മനസ്സിൽ ഒരാഗ്രഹം ഇട്ടു, ഒരു വസ്തുവിൻ്റെ ആഗ്രഹം. അത് നമ്മുടെ ആഗ്രഹമല്ല, സുഹൃത്തായിട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടു തന്നതാണ്. ആ ആഗ്രഹം ഉണ്ടാവുന്നതോടുകൂടി പിന്നെ ആ ആഗ്രഹത്തിന് വേണ്ടി അനവധി കാലം ചിലപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ച് തൻ്റെ ആഗ്രഹമേ അല്ല, തൻ്റെ സുഹൃത്ത് തനിക്കിട്ട് തന്നൊരാഗ്രഹമാണ്. ഈ ആഗ്രഹത്തിൻ്റെ പിന്നാലെ പോയി അത് തിരിച്ചറിയാതെ കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പോൾ അത് നേടിയാലും ഇയാൾക്ക് അതുകൊണ്ട് സംതൃപ്തി ഉണ്ടാവില്ല. കാരണം ഇയാളുടെ ആഗ്രഹമല്ല അത്. ഇയാൾക്കൊരിതിൽ ചാരിതാർത്ഥ്യ ബോധം ഉണ്ടാവില്ല. അപ്പോൾ മറ്റുള്ളവർ കാണിച്ചു തരുന്ന ലക്ഷ്യം വളരെ ശ്രദ്ധിക്കണം എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഇവിടെ അതിനുള്ള മാർഗം ഒരു ജഡനെ പോലെ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് തരികയാണ്, ഇത് കഴിക്കൂ എന്ന് പറയുമ്പോൾ കേൾക്കാത്ത പോലെ, അയാൾ പറഞ്ഞാൽ എന്താ മനസ്സിലാവാത്ത പോലെ, മനസ്സിലായിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അയാൾ പറഞ്ഞാൽ മനസ്സിലാവാത്ത പോലെ ആകുമ്പോൾ ആ നിർബന്ധിക്കുന്ന ആൾ നമ്മളെ വിട്ടുപോകും ഇല്ലേ? അന്ധനായിക്കൊണ്ട് ചിലപ്പോൾ ചില കാഴ്ചകൾ കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കുന്ന രീതി. ബധിരനായിക്കൊണ്ട് ചിലത് കേട്ടില്ല എന്ന് നടിക്കാൻ നല്ലത്. കാരണം ഇത് കേട്ടാൽ പ്രതികരിക്കണം. ഇങ്ങനെയുള്ള ചില മാർഗങ്ങളൊക്കെ ഉണ്ട് പറയുകയാണ്. ഈ പറഞ്ഞതായ മറ്റുള്ളവരുടെ സോക്കാൾ ക്ലച്ചസ് എന്ന് പറയും, മറ്റുള്ളവരുടേതായിട്ടുള്ള നമ്മുടെ മുകളിലുണ്ടാവുന്നതായിട്ടുള്ള ആ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന രീതി, അതിൽ നിന്ന് മാറി നിൽക്കാൻ പലപ്പോഴും നമ്മുടേതായ ഈ ഇന്ദ്രിയങ്ങളെ കാണുക, കേൾക്കുക, തൊടുക, രുചിക്കുക മുതലായതിൽ നിന്നൊക്കെ ഇല്ലേ? അപ്പോൾ ആധുനികമായിട്ടൊക്കെ അത് ധാരാളം ഉപയോഗിക്കുന്നതാണ്. ഇവിടെ അത് ഒരു ശ്ലോകത്തിലായിട്ട് നിർത്തി. മാർക്കറ്റിംഗ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും വസ്തുക്കളൊക്കെ സെയിൽസിലുള്ള ഒരാൾ എന്ത് സാധനമാണ് അയാൾക്ക് വിൽക്കാനുള്ളത്, അത് വിൽക്കാൻ വേണ്ടിയിട്ട് അത് വാങ്ങിക്കണ കമ്പനിയിലെ പർച്ചേസ് മാനേജറെ കൊണ്ടുപോകണം. ഭാഗവതത്തിൽ പറഞ്ഞതല്ല, വേഗം മനസ്സിലാക്കാൻ, ഇവിടെ പറഞ്ഞത് വേഗം മനസ്സിലാക്കാൻ പറയുകയാണ്. ചിലപ്പോൾ ആ പർച്ചേസ് മാനേജർക്ക് ഇഷ്ടമുള്ള മദ്യവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. ആ സമയത്ത് ആ പർച്ചേസ് മാനേജറുടെ സ്വയമായിട്ടുള്ള കാഴ്ചപ്പാടൊക്കെ ഇല്ലാണ്ടാകുമ്പോൾ ഒക്കെ അയാൾ എടുക്കാം, നിങ്ങളുടെ സാധനമൊക്കെ അങ്ങോട്ട് ഞാൻ പാസ്സാക്കി എന്നും പറഞ്ഞാൽ ആ ഒരു നിമിഷത്തിൽ അയാൾ ഇതൊക്കെ തൻ്റെ കമ്പനിക്ക് ആവശ്യമില്ലാത്തതാണെങ്കിലും സ്റ്റാൻഡേർഡ് ഇല്ലാത്തതാണെങ്കിലും ഒക്കെ സ്വീകരിക്കും. അപ്പം ഇതെങ്ങനെയാണ് വന്നത്? ഒരു വ്യക്തിയുടേതായിട്ടുള്ള താല്പര്യത്തെ മറ്റേ വ്യക്തിയിലെ താല്പര്യമാക്കി മാറ്റിയെടുക്കുന്ന ഒരു ടെക്നോളജി, ഒരു രീതിയിലുള്ള കല, അതാണ് ഇവിടെ പറഞ്ഞ. അതിന്ന് ജയിക്കാനുള്ളൊരു മാർഗമാണ് ഈ പറഞ്ഞതായിട്ടുള്ള ജഡ അന്ധബധിരാകൃതി. അവരുടെ താല്പര്യം നമുക്ക് മനസ്സിലായില്ല എന്നുള്ള ഒരു രീതിയിൽ ജീവിക്കുന്ന രീതി. അങ്ങനെ ഈ വൃഷദ്രൻ അപ്പോഴേക്കും ഒരു മുനീശ്വരനായിട്ട് തീർന്നു എന്ന്. കാരണം തൻ്റേതായ സത്യപരമായിട്ടുള്ള തൻ്റെ വ്യക്തിത്വത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി മുനിയായി. നമ്മൾ പലപ്പോഴും മറ്റുള്ള ആളുകളുടെ പല വ്യക്തിത്വങ്ങൾ, പല താല്പര്യങ്ങൾ, അവർക്ക് നമ്മളുടെ മുകളിലുണ്ടാവുന്നതായിട്ടുള്ള പിടിപാടുകൾ, ഇതിൻ്റെ ഒക്കെ മുകളിൽ ജീവിക്കുമ്പോൾ സത്യത്തിലുള്ള നമ്മളിലേക്ക് നമ്മൾ എത്തില്ല. അപ്പോൾ എപ്പോഴും ആ മനസ്സിൽ അസ്വസ്ഥതയും ചഞ്ചലതയും ഒക്കെ ഉണ്ടാവും. പക്ഷേ എപ്പോൾ നമ്മൾ നമ്മുടേതായ സത്യസ്വരൂപത്തിലെത്തണോ അതോടുകൂടി എന്തായി? അദ്ദേഹത്തിന് ആ ബ്രഹ്മാനന്ദ അനുഭൂതി ഉണ്ടായിട്ട് തീർന്നു. അങ്ങനെ അദ്ദേഹം തൻ്റെ ശരീരത്തെ ഒരു കാട്ടുതീയിലായിട്ട് ഉപേക്ഷിച്ചു എന്നാണ്. കാട്ടുതീയിൽ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് കാരണം കാട്ടുതീ കത്തുന്ന സമയത്ത് അതിലേക്ക് ഒരു മഹാത്മാവ് ശരീരം ഉപേക്ഷിച്ചാൽ ആ കാട്ടുതീയിൽ കത്തുന്ന എല്ലാ ജീവജാലങ്ങൾക്കും, അപ്പോൾ മരിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും മുക്തി കിട്ടുന്നതാണ്. കാരണം ഈ മഹാത്മാവിൻ്റെ ജീവൻ്റെ തലത്തിലേക്ക് അപ്പം ശരീരം ഉപേക്ഷിക്കുന്ന മറ്റ് ജീവന്മാരും എത്തിച്ചേരണു എന്നാണ്. അപ്പോൾ മഹാത്മാവിന് ശരീരം ഉപേക്ഷിച്ചിട്ടുള്ള സമയത്ത് ആ സമയത്ത് ശരീരം ഉപേക്ഷിച്ച് വരുന്ന ജീവജാലങ്ങൾക്കൊക്കെ മഹത്തായൊരു തലത്തിലേക്ക് ആകർഷിക്കാൻ കഴിവുണ്ട് എന്നാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ ശരീരം ഉപേക്ഷിച്ചു. അങ്ങനെ വൃഷദ്രൻ്റെ കഥ നോക്കൂ, ഇവിടെ പറഞ്ഞു നിർത്തിയത്. തീരെ ഒരു കഴിവില്ലാത്ത ഒരു വ്യക്തിയെ പോലെയായിരുന്നു തുടങ്ങിയത്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട ദണ്ഡനം കിട്ടി. ഗുരുവിൽ നിന്ന് വേണ്ട ദണ്ഡനം കിട്ടിയ സമയത്ത് അദ്ദേഹം അത് തിരിച്ചറിഞ്ഞ് അതേ വ്യക്തി ഇല്ലേ. അപ്പോൾ അവിടെ ഈ ശാപം എന്ന് പറഞ്ഞത് ഗുരു ശപിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത്. അത് സത്യത്തിൽ ഗുരുവിൻ്റെ ശാപമായിരുന്നില്ല, ഈ ഗുരുവിൻ്റെ അനുഗ്രഹമായിരുന്നു. പലപ്പോഴും അങ്ങനെയാണ്. ഈ ഗുരു ശാപം എന്ന് നമ്മൾ പറയുന്നത് ഗുരുവിൻ്റെ അനുഗ്രഹമാകും. കാരണം തൻ്റെ ശിഷ്യനിലുള്ളതായ ചില താല്പര്യങ്ങൾ ആ വ്യക്തിത്വത്തിന് ഗുണകരമല്ല എന്ന് പറയുന്ന സമയത്ത് ആ ഗുരു
ഒഴിവാക്കാനായിട്ട് നിർബന്ധിക്കും. അത് ആ ശിഷ്യന് ആ സമയത്ത് വലിയ ദുഃഖവും വിഷമവും ഉണ്ടാവും. അടുത്ത കാലത്ത് എന്ന് വെച്ചാൽ ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആശ്രമത്തിൽ, അവിടെ ഒരു ആശ്രമത്തിൽ പോകാൻ സാധ്യതയുണ്ടായി. അവിടെ ചെന്ന സമയത്താണ് അവിടെ ബ്രഹ്മചാരികളായിട്ട് ആളുകൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഒരു അഡ്വർടൈസ്മെൻറ്റൊക്കെ കാണിച്ചു. അപ്പോൾ എനിക്ക് പരിചയമുള്ള 1-2 പേര് അവിടെ ബ്രഹ്മചാരിയാവാൻ പോയതാണ്. അപ്പോൾ അവരൊക്കെ വിളിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്നു അവർക്ക് അതിൽ പങ്കെടുക്കാൻ. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ബ്രഹ്മചാരി ആവണമെങ്കിൽ ആദ്യത്തെ ഒരു കാര്യം അവർ പറയുന്നത് ഈ തലമുണ്ടനം ചെയ്യണം. അപ്പോൾ അതിന് ആളുകളെ ഇങ്ങനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. 5-6 ആൾ ബ്രഹ്മചാരി ആവാനുള്ളതുകൊണ്ട് 2 തലമുണ്ടനം ചെയ്യുന്ന ആളെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പരിചയം ഉള്ള ചെറുപ്പക്കാരനാണ് അദ്ദേഹം കോളേജ് പഠനമൊക്കെ കഴിഞ്ഞ് ഈ ആത്മീയത്തിലൊക്കെ മുഴുവൻ സമയം എന്ന് പറഞ്ഞ് ചെന്നതാണ്. അപ്പം അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ തലമുണ്ടനം ചെയ്തു കഴിഞ്ഞ വഴി ഇയാൾ ചെന്ന് ഒരു കണ്ണാടിയിൽ നോക്കി. അതോടെ ഇയാളുടെ എല്ലാ ഇതും കഴിഞ്ഞു. കാരണം തൻ്റെ തലമുണ്ടനം ചെയ്ത തൻ്റെ രീതി കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്ത വിഷമമായി. അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ അങ്ങനെ ഉയർന്നു വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ട ഇത് എന്നും പറഞ്ഞു ഊട്ടനെ തന്നെ ബാഗ് കൊടുത്ത് അവിടെ നിന്ന് പോയി. അപ്പോൾ ആലോചിച്ച് നോക്കൂ എന്താ ഉണ്ടായത്. അവിടെ വലിയൊരു ശാപമായിട്ട് അയാൾക്ക് തോന്നിയത് അയാളുടെ തലമുടി മുറിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും അയാൾ സ്വന്തം ശരീരം മുറിച്ചവർ. ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ഈ ബ്രഹ്മത്തിലെത്തുക? തൻ്റെ ശരീരഭാവത്തുനിന്ന് പോലും മുഴുവനായിട്ട് ഉപേക്ഷിക്കേണ്ട ഒരു വ്യക്തി തലമുടി ഉപേക്ഷിക്കാൻ അവനവൻ്റെ സഹിക്കാൻ വയ്യ. തൻ്റെ തലമുടി പോയി എന്നുള്ള ദുഃഖം, അത് ഞാൻ ഇത് മനസ്സിലാക്കണം, ഓരോരുത്തരുടെ ദുഃഖത്തിൻ്റെ ആഴം. അപ്പോൾ അത്രയും അദ്ദേഹം ദുഃഖിച്ചു. അതുകൊണ്ട് എന്തുണ്ടായി? അദ്ദേഹത്തിൻ്റെ വളർച്ച, ഇതാണ് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ വളർച്ച പോയി. അപ്പോൾ ആ ഒരു വസ്തുതയെ അദ്ദേഹം സഹിക്കാൻ തയ്യാറായതാണെങ്കിൽ അയാൾക്ക് അവിടെ കൂടുതൽ പഠിക്കാനും തൻ്റെ ആത്മീയമായ ആ താല്പര്യത്തിൽ പുരോഗമിക്കാനും സാധിക്കുമായിരുന്നു. അത് അദ്ദേഹത്തിന് നടന്നില്ല. കാരണം എന്താ? എൻ്റെ മുടി പോയി എന്നുള്ള ആ തലമുടിയോടുപോലും അത്ര ഈ ആത്മീയമായ സംസ്കാരം എന്താ? ത്യാഗേ നീകേ അമൃതത്വമാനസു. ത്യാഗത്തിൽ കൂടെ മാത്രമേ അമൃതത്വം ഉണ്ടാവുള്ളൂ. നമ്മുടേതായിട്ട് ഞാൻ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച് വെച്ചതിനെ ത്യജിക്കുമ്പോൾ മാത്രമേ ആത്മാനന്ദ അനുഭൂതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ത്യാഗത്തിന് ആ വ്യക്തി ശരിയല്ല, തയ്യാറായില്ല. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ സ്വന്തം ശരീരത്തെ സുഖത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ പൃഷദ്രൻ ആ ഒരു കാലഘട്ടമാകുമ്പോഴേക്കും ആ തൻ്റെ ശരീരത്തെ തീയിൽ ഉപേക്ഷിക്കാൻ തക്ക രീതിയിൽ ആ വ്യക്തിത്വത്തിൽ വലുതായ ഒരു വ്യത്യാസം വന്നു എന്ന് ഇങ്ങനെ പറഞ്ഞത് എന്തിനാ? നമുക്കൊക്കെ ഇതുപോലെ സാധിക്കും. ഒന്ന് ശ്രമിച്ചാൽ മതി, ഒന്ന് അറിഞ്ഞ് ശ്രമിച്ചാൽ. നമ്മൾ പറ്റില്ല എന്ന് കരുതുന്ന നമ്മുടെ പല സ്വഭാവങ്ങളും, മാറ്റാൻ പറ്റില്ല എന്ന് നമ്മൾ കരുതുന്ന പല സ്വഭാവങ്ങളും പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. പല ആളുകൾ അങ്ങനെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കേണ്ടത് എൻ്റെ സ്വഭാവമാണ്, മാറില്ല, അതങ്ങനെയല്ല എന്ന് പറയാനാണ്. അപ്പോൾ അതിൽ വേറെ ഇനി ആ വൈവസ്വത മനുവിൻ്റെ വേറെ ചില പുത്രന്മാരെ പറ്റി പറയാണ്. കനിഷ്ഠനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ വൈവസ്വൻ്റെ തന്നെ പുത്രനായിട്ടുള്ള കവി എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നുണ്ടെങ്കിലോ കൈശോരവയ എന്ന് പറഞ്ഞു വെച്ചാൽ ചെറുപ്രായത്തിൽ 7 വയസ്സൊക്കെ പ്രായമാവുമ്പോൾ തന്നെ അദ്ദേഹത്തിന് വിഷയേഷു നിസ്പൃഹ. ഇവിടെ പൃഷദ്രന് ഉണ്ടായതായ വിഷയങ്ങളിലൂടെയുള്ള താല്പര്യമുണ്ടായ അനവധി കാലത്തിന് ശേഷം ഉണ്ടായത് ഇത് 7 വയസ്സ് തന്നെ ഈ കവിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വിഷയങ്ങളിലൊന്നും താല്പര്യമില്ലാതെയായി. അതോടുകൂടി അദ്ദേഹം എന്ത് ചെയ്തു? വിസൃജ്യ രാജ്യം ബന്ധുഷു, തൻ്റേതായ രാജ്യത്തെയും ബന്ധുക്കളെയൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു. അദ്ദേഹം തപസ്സിനായിട്ട് ചെന്നു. വനം വിവേശ. ആ കാലഘട്ടത്തിലൊക്കെ വനത്തിന് ചെന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ പുറം ലോകത്തുള്ള കാര്യങ്ങളുടെ ആകർഷണത്തിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ പറ്റും. പൂർവ്വകാലങ്ങളിൽ അതുകൊണ്ട് യമനിയമങ്ങളിൽ പകുതി കാര്യങ്ങൾ ഒരു കാട്ടിച്ചെത്ത് താമസിക്കുക. അത് വേറെ ആളുകളില്ല. അപ്പോൾ വേറെ ആളുകളോട് നമ്മൾ പെരുമാറുമ്പോൾ വേണ്ടതായിട്ടുള്ള നിയമങ്ങളൊക്കെ അവിടെ ഓട്ടോമാറ്റിക്കലി യു വിൽ ഗെറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം അതുകൊണ്ട് അവിടെ ചെന്നു. പിന്നെന്ത് ചെയ്തു? സ്വരോജിഷം പുരുഷം, സ്വപ്രകാശ സ്വരൂപനായ പുരുഷത്തിനെ സ്വന്തം ചിത്തത്തിൽ നിവേശ ചിത്തെ, സ്വന്തം വ്യക്തിത്വത്തിൽ പ്രവേശിപ്പിച്ച് അദ്ദേഹം ഉടനെ തന്നെ മുക്തി നേടി പരമമായ പദത്തെ പ്രവേശിച്ചു. അപ്പോൾ ഇവിടെ ആ പൃഷദ്രൻ്റെ ഒരു രീതി പറഞ്ഞു. അതേ രാജാവിൻ്റെ ആ പൃഷദ്രൻ്റെ സഹോദരൻ കുറഞ്ഞ സമയം കൊണ്ട് ഇത് മുഴുവൻ കവർ ചെയ്തു പറയുകയാണ്. ഈ പൃഷദ്രൻ കടന്നുപോയതായ ഈശ്വരീയ തലത്തിലെത്താൻ അദ്ദേഹം ജീവിതം മുഴുവൻ പ്രയത്നിക്കേണ്ടി വന്നത് വേറെ ഒരു വ്യക്തി. കാരണം എന്താ? ആ വാക്കോടെ എടുത്തു പറഞ്ഞു, വിഷയേഷു നിസ്പൃഹു. വിഷയങ്ങളിലുള്ള താല്പര്യം വിടാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അല്ലാതെ എത്ര കാലം ഭഗവാനെ ഭജിച്ചു, എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ സത്കർമ്മങ്ങൾ ചെയ്തു എന്നല്ല, എത്ര വേഗം നിങ്ങൾക്ക് ഈ വിഷയങ്ങളുടെ പിടിയിൽ നിന്ന് മാറാൻ പറ്റുമോ, അതാണ് അതിൻ്റെ അളവുകോല് എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ വേറൊരു പുത്രൻ, വിവസ്വത്തിൻ്റെ വേറൊരു പുത്രനായിരുന്നു കുരുഷൻ. അതിൽ ഉത്തരദേശങ്ങളെ രക്ഷിക്കുന്നതായിട്ടുള്ള പുത്രന്മാരൊക്കെ ഉണ്ടായി. അങ്ങനെ അവർ ക്ഷത്രജാതികളായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെ ക്ഷത്രജാതി എന്നുള്ള നിലയ്ക്ക് ഒരു വസ്തുതയുണ്ടായി. അവരൊക്കെ രാജ്യം ഭരിച്ചു. അങ്ങനെ അവർ രാജ്യഭരണ തൽപരന്മാരായിട്ടുണ്ടായി. ഞാൻ റാഫി ചാഴൂർ. ഉടനെ തന്നെ എനിക്ക് ഫോണിൽ മറുപടി കേൾക്കുക എന്നുള്ളൊരു വിളിയാണ്. റാഫി ചാഴൂർ. അപ്പോഴും അവർക്ക് പരിഭവമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഭാഗവത ഗംഗയുടെ ഡയറക്ടർക്ക് അനുയോജ്യമായ പേരല്ല റാഫി എന്നുള്ളതാണ് എതിർ ടീമിൻ്റെ ഒരു വാദം. ശരിയായിരിക്കാം. ഇങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് എനിക്ക് വരേണ്ടി വന്നത് വളരെയധികം പ്രേക്ഷകർ എന്നോട്
പല സമയത്തും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്ന് കാണണമെന്നുള്ളത്. അപ്പോൾ റാഫി ചാഴൂർ എന്നുള്ള ഞാനാണിത്. ഞാൻ 15 വർഷമായിട്ട് ഭാഗവതത്തെക്കുറിച്ചുള്ള പ്രോഗ്രാംസുകൾ നിങ്ങൾക്ക് തരുന്ന ഒരു പ്രോഗ്രാം ഡയറക്ടറാണ്. എന്നെ ഞാൻ സ്വയം പരിചയപ്പെടുത്തി, നിങ്ങൾക്ക് എന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമസ്കാരം. ഹരിയോ. നൃഗസ്യ വംശ സുമധിർ ഭൂതജ്യോതിസ്തോ വസു. പിന്നീട് ദൃഷ്ടൻ എന്ന് പറഞ്ഞതായ പുത്രനിൽ നിന്നുണ്ടായി വംശമാണ് ധാഷ്ടം എന്ന് പറഞ്ഞ ഒരു ക്ഷത്രിയ ജാതി ഉണ്ടായിരുന്നത്. അതിൽ വളരെ പ്രസിദ്ധനൊക്കെ ആയിട്ടുള്ള പല ആളുകളും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞതായിട്ടുള്ള നൃഗൻ്റെ വംശം എന്ന വംശമുണ്ടായത് അതിൽ നിന്നാണ് എന്ന് പറഞ്ഞു. പിന്നീട് അതിലുള്ളതായ വസു എന്ന് പറഞ്ഞതായ പുത്രനിൽ പ്രതീകൻ എന്നൊരു പുത്രനുണ്ടായി. ആ പുത്രൻ ലോകവാൻ എന്നൊരു പുത്രനുണ്ടായി. ലോകവാൻ്റെ പുത്രൻ വേറെ ലോകവാനായിരുന്നു. അങ്ങനെ അതിൽ സുദർശനൻ എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു വ്യക്തിയെ ഓഘവതി എന്ന് പറഞ്ഞതായിട്ടുള്ള അവരുടെ പുത്രി വിവാഹം ചെയ്തു. അപ്പോൾ ഓഘവാൻ്റെ പുത്രി ഓഘവതിയെ സുദർശനൻ വിവാഹം ചെയ്തു. അതിൽ പിന്നീട് നരിഷ്യന്തൻ, ചിത്രസേനൻ മുതലായ രാജാക്കന്മാരുണ്ടായി. പിന്നീട് വീതിഹോത്രൻ, അതിലുള്ള ഇന്ദ്രസേനൻ്റെ പുത്രനായിട്ടുള്ള വീതിഹോത്രൻ്റെ പുത്രനായിരുന്നു സത്യസ്രവസ്. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ഉരുസ്രവസ്. അവൻ്റെ പുത്രനായിരുന്നു ദേവദത്തൻ. അങ്ങനെ അതിൽ ഓരോ വംശത്തിൻ്റെ ഇന്നാളുടെ പുത്രൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ പുത്രന്മാരൊന്നും വലിയ പേര് പ്രസിദ്ധിയൊന്നും ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് ആ തലമുറയിൽ ഒരു 5ഉം 6ഉം 7ഉം വംശം കഴിയുമ്പോഴാണ് ഏതെങ്കിലും വിധത്തിലൊരു പ്രസിദ്ധിയുള്ള, ഏതെങ്കിലും ഒരു പ്രത്യേകതയുള്ള ഒരു വ്യക്തി ജനിക്കണത് എന്നാണ്. ഉടനെ ഉണ്ടാകുന്നില്ല ഒരു വംശത്തിൽ. അപ്പോൾ ഒരു വംശത്തിൻ്റെ കാലഘട്ടത്തിൽ ചിലപ്പോൾ 6ഉം 7ഉം തലമുറ കഴിയുമ്പോഴാണ് സാധാരണ നിലയായ അസാധാരണനായ ശക്തനായ ഏതെങ്കിലും തരത്തിൽ ലോകത്തിന് ഗുണകരമായ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തി ഉണ്ടാകുന്നത് പറയും. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതിനു മുമ്പ് ആ ഗുണകരനായ, ലോകത്തിന് പ്രസിദ്ധനായ, ലോകത്തിന് ഉപകാരിയായ ഒരു വ്യക്തി ഉണ്ടാകുന്നതിന് മുമ്പ് 6 തലമുറ അതിന് പ്രാപ്തമാക്കാൻ പരിശ്രമിച്ചിരുന്നു എന്നാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെയും ജീവിതം ഇനി വരുന്ന തലമുറകളിൽ എവിടെയെങ്കിലും നമ്മളുടേതായിട്ടുള്ള സത്പ്രവൃത്തിയുടേതായിട്ടുള്ള ഫലം അവിടെ വന്നു ചേരുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് വളരെ ശ്രദ്ധിച്ചു വേണം ജീവിക്കാൻ. ഇപ്പോൾ നമ്മുടെ ജീവിതം മാത്രമല്ല, ഇനി വരുന്ന തലമുറകളിൽ എവിടെയെങ്കിലും നമ്മുടെ ഈ ജീവിതത്തിൻ്റെതായ മഹത്വം പ്രകടമാവാൻ സാധ്യതയുണ്ട്. ഇത് നമ്മുടെ മാത്രം ഒരു ജീവിതമല്ല എന്ന് പറയുകയാണ്. എൻ്റെ ജീവിതം എന്നൊക്കെ നമ്മൾ പറയും, പക്ഷേ എൻ്റെ മാത്രം ഒരു ജീവിതമല്ല. അത് നമുക്ക് ശ്രദ്ധിച്ചറിയാം. നമ്മുടെ പൂർവികന്മാർ, മുത്തശ്ശൻ, മുത്തശ്ശി, അവരിൽ നിന്ന് കിട്ടിയ പല കഴിവുകളുമാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ഇനി നമ്മളിൽ നിന്നുള്ളതായ, നമ്മൾ വളർത്തിയെടുക്കുന്ന പല കഴിവുകളിൽ നിന്നാണ് ഇനി വരുന്ന തലമുറകളിൽ പലരും ജീവിതം. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഇനി വരുന്ന തലമുറകൾ, ഇനി വരുന്ന ലോകത്തിലെ ആളുകൾ ജീവിക്കുന്നത് പലപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൻ്റെ ആ ഭംഗിയിലാവുന്നതാണ്. അപ്പം അതുകൊണ്ട് നമുക്കത് നമ്മുടേതായ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് തോന്നിയ പോലെ ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നത് എൻ്റെ ജീവിതമാണ്, ഞാൻ തോന്നിയത് കാണിക്കുക, അങ്ങനെയൊന്നും പറയാൻ യാതൊരു അർഹതയില്ല. കാരണം എൻ്റെ ജീവിതം ആവുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും മുത്തശ്ശൻ്റെ ആ പാരമ്പര്യമായിട്ട് പലതും. ഇനിയിപ്പോൾ അത് അങ്ങനെയൊന്നും പറഞ്ഞാൽ മനസ്സിലായാലും സൂക്കടൻ്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ചെന്താമരാക്ഷൻ മധുരമൊന്നും തീരെ ഇഷ്ടമല്ല, മധുരം കഴിക്കുകയില്ല, എപ്പോഴെങ്കിലും കുറച്ച് കഴിക്കുള്ളൂ. എന്നാലും ചെന്താമരാക്ഷന് ഷുഗർ വന്നു. ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ ഷുഗറുണ്ട്. അപ്പോൾ എന്താ ചെന്താമരാക്ഷൻ? അവരുടെ ചോദിച്ചു, ഡോക്ടറെ ഞാൻ മധുരം കഴിക്കാമല്ല. പറഞ്ഞു, അത് അച്ഛനുണ്ടായിരുന്നു, അമ്മയ്ക്കുണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, മുത്തശ്ശന് നല്ലോണം ഉണ്ടായിരുന്നു. എന്നാ തന്നെ. അപ്പോൾ എന്താ കാര്യം? അപ്പോൾ ഭൗതികമായ തലത്തിൽ പോലും ഈ അവരുടേതായ സൂക്കട എന്നുള്ള സമ്പത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ പറയണം ഇല്ലേ? അപ്പം അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ജീവിക്കണം. നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതമല്ല, ഇനി വരുന്ന തലമുറകളുടെ ജീവിതമാണ് എന്നുള്ള നമ്മളും ഒരു തുടർക്കഥയിലെ ഒരു ഭാഗമാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും വസ്തുതകളും ഉണ്ടാകും എന്ന് പറയാനാണ്. പിന്നീട് പറയണു, പിന്നെ നാഭാഗൻ, ആ വംശത്തിലായിക്കൊണ്ട് വർഗത്തിൽ പിന്നെ നാഭാഗൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എടുത്തു പറഞ്ഞു, ഈ നാഭാഗൻ ഇനി അംബരീഷൻ്റെ പിതാവായിട്ടുള്ളൊരു നാഭാഗൻ വരുന്നുണ്ട്. ആ നാഭാഗനല്ല, ഇത് ആ വംശത്തിൽ വന്ന ഒരു നാഭാഗൻ എന്നുള്ള രാജാവാണ് എന്ന് പറഞ്ഞു. പിന്നെ ആ വംശത്തിൽ മുന്നോട്ട് പോകുന്ന സമയത്താണ് അതിൽ മരുത്തൻ എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു ചക്രവർത്തി ഉണ്ടായി. ഈ മരുത്തൻ്റെ പ്രത്യേകത എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ യാഗങ്ങൾ ലോകപ്രസിദ്ധമായിട്ട് തീർന്നു എന്നാണ്. മരുത്തൻ്റേതായ യാഗങ്ങളൊക്കെ സ്വർണം കൊണ്ട് ഏറ്റവും സുഭിഷ്ടമായിരുന്നു. അതുകൊണ്ട് മരുത്തൻ്റെ യാഗം പോലെയാണ്. എവിടെയും ഒരു വസ്തുത വളരെ ഗംഭീരമായി ധാരാളമായി നല്ല രീതിയിൽ നടന്നാൽ ഉടനെ ആളുകൾ പറയും അത് മരുത്തൻ്റെ യാഗം പോലെയാണ്. കാരണം അത്രയും സുഭിക്ഷത അതിലുണ്ടായി. മരുത്തന് ഇത്ര സുഭിക്ഷത ഉണ്ടാവാൻ കാരണം അദ്ദേഹത്തിന് ആദ്യകാലത്ത് പുത്രനുണ്ടായിരുന്നില്ല മരുത്തനെന്നാണ് ഈ മഹാഭാരതത്തിൽ വരുന്ന കഥയാണ്. അപ്പോൾ ആ മരുത്തന് പുത്രനില്ലാത്തതുകൊണ്ട് ഭഗവാനെ ഭജിച്ചു. ഭഗവാൻ പ്രത്യക്ഷമായപ്പോൾ മരുത്തൻ്റെ മനസ്സിൽ ഒരു ധാരണയും കൂടി വന്നു. വെറും ഒരു പുത്രനെ ചോദിക്കുക എന്നതിന് പുറമേ കുറച്ച് സ്വർണവും കൂടി ചോദിച്ചാലോ എന്ന് തോന്നി. അതുകൊണ്ട് മരുത്തൻ ഭഗവാനോട് അഭ്യർത്ഥിച്ചു, എനിക്കൊരു പുത്രനും സ്വർണവും വേണം. അങ്ങനെ ഒന്നിച്ച്
രണ്ട് കാര്യങ്ങൾ ഒരു ശ്വാസത്തിൽ ചോദിക്കും. അത് രണ്ട് ആവശ്യങ്ങളാണ്. പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ? സന്താന പരമ്പരയാണ്, തൻ്റെ വംശം നിലനിർത്താനുള്ളതായ രീതിയാണ്. സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ കാമമാണ്, ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളതായിട്ടുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ അത് രണ്ട് 100% വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. പക്ഷേ ഇദ്ദേഹം രണ്ടും കൂടി ഒന്നിച്ചാക്കി. കാരണം മരുത്തൻ ആ സമയത്ത് ഈ ഭഗവാനിൽ നിന്ന് രണ്ടും ഒരു ചോദ്യം കൊണ്ട് സാധിക്കണം. ഭഗവാൻ അനുഗ്രഹിച്ചു തഥാസ്തു. പക്ഷേ അങ്ങനെ മരുത്തനൊരു പുത്രനുണ്ടായി. ഈ പുത്രനുണ്ടായപ്പോൾ ആ പുത്രന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ പുത്രൻ തുപ്പുന്നതൊക്കെ സ്വർണ്ണാവുന്നതാണ്. അങ്ങനെ ഈ പുത്രന് മരുത്തൻ പേരിട്ടു സ്വർണ്ണഷ്ടീവൻ എന്ന്. സ്വർണ്ണഷ്ടീവൻ എന്ന് പറയാൻ കാരണം സ്വർണം തുപ്പും. അങ്ങനെ മരുത്തന് ധാരാളം സ്വർണ്ണം ഉണ്ടാവാൻ തുടങ്ങി. ഈ കുട്ടി ഇങ്ങനെ തുപ്പുക. അപ്പോൾ അതിങ്ങനെ ഈ ഒപ്പുള്ള രാജഭടന്മാർ ഇദ്ദേഹത്തെ പ്രേരിപ്പിക്കുക ഇടയ്ക്കിടയ്ക്ക് തുപ്പാൻ. എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ തുപ്പി ഇതറിഞ്ഞ സമയത്ത് ആ നാട്ടിലെ തസ്കരന്മാർ, കള്ളന്മാർ ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി. സ്വർണം കിട്ടുമല്ലോ വെച്ചിട്ട്. അപ്പോൾ തുപ്പിയ സ്വർണം കിട്ടിച്ചാൽ വയറ്റുന്നാണല്ലോ വരണമെന്ന് പറഞ്ഞ് ഈ കുട്ടിയുടെ വയറ് കീറിയെന്നാണ്. അങ്ങനെ വയറ് കീറിയതോടെ ഈ കുട്ടി ചാവുകയും ചെയ്തു, സ്വർണം കിട്ടുകയും ചെയ്തില്ല. എന്തായാലും മരുത്തന് വലിയ ദുഃഖമായി. കാരണം പുത്രൻ മരിച്ചു. അങ്ങനെ പുത്രൻ മരിച്ചതോടുകൂടി മരുത്തിന് പുത്രദുഃഖം കൊണ്ട് സ്വർണം കാണുകയാന്നേ. കാരണം ഈ സ്വർണം ഉണ്ടായതൊക്കെ ആ പുത്രൻ്റെ തുപ്പലിൽ നിന്നാണ്. അപ്പോൾ സ്വർണം കാണുമ്പോഴൊക്കെ മരുത്തന് ദുഃഖം ഇരട്ടിക്കാൻ തുടങ്ങി. അതോടുകൂടി മരുത്തൻ ഈ യാഗങ്ങൾ സ്ഥലത്ത് ചെന്ന് ഈ സ്വർണം ഉപേക്ഷിക്കാൻ തുടങ്ങി. യാഗങ്ങൾക്കൊക്കെ ധാരാളം സ്വർണം കൊടുത്തേക്കും, ആവശ്യത്തിലധികം. എന്നിട്ട് ആ യാഗം ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള സ്വർണ്ണമൊക്കെ അവിടെ ഉപേക്ഷിക്കും. അങ്ങനെ ഈ മരുത്തന് പുത്രദുഃഖമുണ്ടായി സ്വർണത്തിൻ്റെ ഇടയ്ക്ക് എന്ന അവസ്ഥ. അങ്ങനെ അതുകൊണ്ടാണ് ഈ മരുത്തൻ്റെ യാഗം ഏറ്റവും പ്രസിദ്ധമായിട്ട് തീർന്നു എന്നാണ്. പിന്നെ അതിൽ തന്നെ ആ വംശത്തിൽ തന്നെ രാജ്യവർദ്ധനൻ എന്നൊരു പുത്രനുണ്ടായി. അതിൻ്റെ പുത്രനായിരുന്നു സുധൃതി. അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു സൗദ്രതേയൻ എന്ന്. അതിൽ പിന്നീട് തൃണബിന്ദു എന്ന് പറഞ്ഞതായിട്ടുള്ള വേറെ ഒരു രാജാവ് ഉണ്ടായിട്ട് തീർന്നു. ആ തൃണബിന്ദുവിൻ്റെ വംശത്തിൽ പിന്നീട് ഇടവിട തംബേജേലംബുഷാദേവി ഭജനീയ ഗുണാലയം വരാപ്സരായത പുത്ര കന്യാച ഇടവിടാഭവത്. അങ്ങനെ തൃണബിന്ദു മഹാരാജാവിൻ്റെ അപ്സര സ്ത്രീകൾ ശ്രേഷ്ഠയായിട്ടുള്ള അലംബുഷ എന്ന ദേവി, ആ ദേവിയിൽ തൃണബിന്ദുവിന് പുത്രന്മാർ ഇടവിട എന്ന പേരായൊരു കന്യക ഉണ്ടായി എന്നാണ്. അപ്പോൾ ഇടവിട എന്നുള്ളത് ദേവിയുടെ നാമമായിട്ട് തീർന്നു എന്നാണ്. അങ്ങനെയുള്ള ആ ഇടവിടയിൽ നിന്ന് കുബേരൻ ജനിച്ചു. ആ കുബേരന് പ്രത്യേക കഴിവുണ്ടായിരുന്നു. എന്താ ചോദിച്ചാൽ അന്തർധാന വിദ്യ. മറ്റുള്ളവർ കാണാതെ നിൽക്കാനുള്ള ഒരു കഴിവ് കുബേരനുണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ആ വംശത്തിൽ തന്നെ പിന്നെ വിശാലൻ എന്നുള്ള രാജാവുണ്ടായി. അദ്ദേഹം വൈശാലി എന്നുള്ള രാജാവുണ്ടാക്കി. തീർത്ഥയാത്രയിൽ തിരക്കിലും തിരുവഴിയിലും ഒത്തുചേരാൻ വിശ്വാസത്തിന്റെ അടയാളം. വൃന്ദാവനത്തിലേക്ക് യാത്ര പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ക്യാപ്പ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് അല്ലെങ്കിൽ ഒരു ഷോളൊക്കെ കൊടുക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുരങ്ങത് അത്രയും പെട്ടെന്ന് തന്നെ തട്ടിപ്പറിക്കും. അപ്പോൾ പിന്നെ ഇവരെ നമുക്ക് കാണാൻ കഴിയില്ല. ഇവർ കൂട്ടം തെറ്റിപ്പോയാൽ കണ്ടുപിടിക്കാൻ കഴിയില്ല. അപ്പോൾ എന്ത് വേണമെന്ന് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനൊരു കോല് നമ്മുടെ മനസ്സിൽ വന്നത്. അപ്പോൾ ആ കോല് വളരെ കളർഫുള്ളായിട്ട് നമ്മൾ ചെയ്തു. ഈ കോലിന് അപ്പോൾ ഒരു ഗുണമുണ്ട്. ഈ കോലിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ആ പരിസരത്തുള്ള കുരങ്ങുകളൊക്കെ മാറിപ്പോവും. അപ്പോൾ പേടിയില്ലാതാവും. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഓരോ ദിവസവും ഈ കോല് ഒരു മാസ്മരികത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു മാന്ത്രിക കോലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിധുവനിൽ പോയി കഴിഞ്ഞാൽ ഈ കോലും കൊണ്ട് ചെല്ലുമ്പോൾ ഗുജറാത്തികൾക്ക് ഈ കോലൊക്കെ വളരെ സുലഭമാണ്. പക്ഷെ അവരാരും കൊണ്ടുവന്നിട്ടില്ലല്ലോ. പക്ഷെ നമ്മുടെ കയ്യിൽ ഈ കോല് കാണുമ്പോൾ അവർക്കൊന്ന് ഡാൻസ് ചെയ്യാൻ തോന്നും. അങ്ങനെ ആ നിധുവനത്തിൽ കേരളത്തിൽ നിന്നുള്ള ഈ കോലുകാരെത്തുമ്പോൾ ഡാൻസിൻ്റെ പൂരമായി മാറാണ്. അത് വലിയൊരു കാഴ്ചയായി മാറാണ്. അങ്ങനെ കോലിൻ്റെ പ്രത്യേകത നമുക്ക് വർണ്ണിക്കാൻ സാധിക്കാത്തത്ര ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കോല് നിങ്ങളും വാങ്ങണം. ഞാൻ വിചാരിച്ചത് ഇവരിത് കോല് കൊട്ടി ഇവരുടെ ഐഡന്റിറ്റി കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം തീരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭക്തജനങ്ങൾ വൃന്ദാവനത്തിലെ പരിക്രമ, ഗോവർദ്ധൻ പരിക്രമ, അങ്ങനെ എല്ലാ സ്ഥലത്തും പോയിട്ടുള്ള ഈ കോലിനെ പിന്നീട് പൂജാമുറിയിൽ വെക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. അതെല്ലാവരും എൻ്റെ അടുത്ത് വിവരിച്ചതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ കോല് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ കാശ് കൊണ്ടായാലും നമുക്ക് ഭാഗവത ഗംഗയെ കൊണ്ടുപോകാൻ സാധിക്കും. അനന്തലോകങ്ങൾ വായിൽ തുറന്ന കണ്ണന്റെ ദിവ്യലീല സ്മരണയിൽ വൃന്ദാവനത്തിൽ ലഭിക്കുന്ന വിശുദ്ധ പ്രസാദം പൂജകൾ നടത്തി വൃന്ദാവനം കാണാനാകാത്ത ഭക്തർക്കായി കൊറിയർ വഴി വീട്ടിലെത്തിക്കുന്നു. കണ്ണന്റെ ലീല കൈകളിലെത്തുന്ന അനുഭവം വിശ്വാസത്തോടെ സ്വീകരിക്കൂ. വൃന്ദാവന പ്രസാദം തലമുറകൾക്ക് പ്രകാശമായി നിങ്ങളുടെ പൂജാമുറിക്കുള്ളിൽ. വിളിക്കൂ 9400124048. ഹരി ഓം. ഭാഗവത ഗംഗ ഒരുക്കുന്ന വൃന്ദാവൻ തീർത്ഥയാത്ര മെയ് മാസം മുതൽ ആരംഭിക്കുന്നു. രാജസ്ഥാനിലെ ആദിബദരി, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി
എന്നീ പുണ്യയിടങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു സമ്പൂർണ്ണ വൃന്ദാവൻ തീർത്ഥയാത്ര. വിളിക്കൂ 9400124048 9188182384.